ഹലോ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനാണ് വന്നത്. അതായത് നമ്മുടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മെരി വാട്ടർ ആണ് സാധനം. ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊമോഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഈ സാധനം വാങ്ങാൻ വേണ്ടി പറ്റും, വാങ്ങാൻ തോന്നും. അപ്പം ഞാനും അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്തു. ഇതൊരു സമയത്ത് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ കത്തി 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 മേലോട്ട് പോയ സാധനമാണ്. എനിക്കൊന്നും ഇപ്പോഴും ഇതിൻ്റെ തീ അണഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായമല്ല, അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം കിടക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ പാക്കിങ്. ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കേ വേണ്ടു. അപ്പം നമുക്ക് എളുപ്പപ്പണിയാണ്. നമുക്ക് മടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആവും. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്, എനിക്കിത് സ്പ്രേ ചെയ്യാൻ പോലും മടിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ഓഫ് 2 ബട്ടൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓൺ ഓഫ് 2 ബട്ടൺ ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഓൺ ചെയ്യുക, ഇത് ഓഫാണ്. ഓൺ ചെയ്യുക, ജസ്റ്റ് സ്പ്രേ ചെയ്യുക, അത്രേ വേണ്ടു. സിമ്പിളാണ്. വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യാം, ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കണ്ടില്ലതാ, സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് തേക്കുക, അതാണ് സംഭവം. ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് സമയം തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവർനൈറ്റോ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാൻ 1 month യൂസ് ചെയ്തു. എനിക്ക് കുറേ ബേബി ഹെയർസ് വന്നു. കുറേ ബേബി ഹെയർസ് വന്നു. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? കുറേ ബേബി ഹെയർസ് എനിക്ക് വന്നു. ബേബി ഹെയറിനെ കൊണ്ട് എനിക്കിപ്പം ശല്യമാണ് സംഭവം. ഞാൻ മറ്റേ പറക്കും തളികയിലെ ബാസന്തിയാണ് ഞാൻ അധികം എണ്ണ തേക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്കിങ്ങനെ ഒതുക്കണം, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ബാസന്തി ആയിട്ട് ഇരിക്കും എപ്പോഴും. ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓഗസ്റ്റ് ആദ്യം എനിക്ക് ഈ സാധനം കിട്ടി. അപ്പോൾ ഞാൻ 1 മാസത്തോളം യൂസ് ചെയ്തു കേട്ടോ. നമുക്ക് ഏതൊരു സാധനവും നമ്മൾ 1 മാസമെങ്കിലും യൂസ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയാനാവില്ല. ബേബി ഹെയർസ് വന്നു, ഒരുപാട് ബേബി ഹെയർസ് വന്നു. പക്ഷെ എനിക്ക് ഹെയർ ലെങ്ത്ത് വെച്ച പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വേവി ഹെയർ ആണ്. ഇപ്പം ഞാൻ കുളിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ചുരുണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ എൻ്റേത് വേവി ഹെയർ ആണ്. എൻ്റെ ലെങ്ത്ത് വെച്ചിട്ടില്ല, ലെങ്ത്ത് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് കുഞ്ഞു മുടികൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിത് വർക്കായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കായി. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. നിർത്തരുത് ഗൈസ്. നിർത്തിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. നല്ല പോലെ മുടി പൊരിയും, ഒരുപാട് മുടി പൊരിയും. ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുക. ഒറ്റ അടിക്ക് ടിം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം എനിക്കൊന്നും ഇത് നമ്മൾ ആദ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യം നമ്മളിത് വർക്കായി വരുമ്പോഴായിരിക്കും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഡെയിലി എന്നെ 1-2 ദിവസം വിട്ട് പോയി. പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറേ ബേബി ഹെയർസ് ഒക്കെ വന്നു. പക്ഷെ മുടിക്ക് ലെങ്ത് ഒന്നും വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കുറേ കുഞ്ഞു മുടികൾ എനിക്കിത് ഈ സാധനം തേച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കിതുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ല ഷ്യൂറാണ്. അപ്പം കുറേ ബേബി ഹെയർസ് വന്നു, പക്ഷേ ലെങ്ത് ഒന്നും വെച്ചില്ല. ഈ ബേബി ഹെയർസ് അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 1 month ഞാനിത് യൂസ് ചെയ്ത് പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല. അപ്പം ഇങ്ങനെയുള്ളവരടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി കിട്ടും. കാരണം എനിക്ക് നല്ല ഹെയർ ഫോൾ വന്നു. എനിക്ക് പൊതുവേ നല്ല ഹെയർ ഫോൾ ഉണ്ട്, നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഡബിളായിട്ട് കൂടി. അത്രക്കും ഹെയർ ഫോൾ എനിക്ക് ഇത് കാരണം വന്നിട്ടുണ്ട്. ഞാനിത് നിർത്തിയത് കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നല്ല പോലെ ഹെയർ ഫോൾ വരും. ഇത് നിർത്തരുത്. നിർത്തുകയാണെങ്കിൽ തന്നെ അത് മെല്ലെ ഇങ്ങനെ ഗ്രാജുവലി നിർത്തുക. കാര്യം എന്ന് വെച്ചാൽ ഇത് ആദ്യം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം, ഏതൊരു സാധനമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അറിയണമെങ്കിൽ ഒരു 1 month എടുക്കും.
ഒരു 3-4 ആഴ്ചയെങ്കിലും എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിത് തേച്ച പാട് ഒരാഴ്ച കഴിഞ്ഞ പാട് എനിക്ക് വന്നില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പെട്ടെന്ന് നിർത്തരുത്. ഗ്രാജുവലി ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ ഇത് പിന്നെ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഓഫാകട്ടെ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ അനുഭവം. ഇതാണ് എൻ്റെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.